നടൻ ഇന്നസെന്റുമായി ആത്മബന്ധമുണ്ടായിരുന്ന അഭിനേത്രിയായിരുന്നു കാവ്യ മാധവൻ. താൻ പറഞ്ഞൊരു കഥ മൂലം കാവ്യ മാധവൻ അമ്മയിൽ നിന്നും രാജിവെക്കാൻ പോയ സംഭവത്തെക്കുറിച്ച് ഒരിക്കൽ ഇന്നസെന്റ് പറഞ്ഞിട്ടുണ്ട്. അമ്മ സംഘടന ഒരുപാട് ആളുകൾക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ടെന്നും അതുപോലെ അവശരായ സംഘടനയിലെ അംഗങ്ങൾക്ക് കൈനീട്ടവും ഇൻഷുറൻസും ഒക്കെ കൊടുക്കുന്നുണ്ടെന്നും ഇന്നസെന്റ് ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. മരണം വരെയാണ് ഇതെല്ലാം നൽകുന്നത്. വിഷമം അനുഭവിക്കുന്ന ഇത്തരം ആളുകളെ സഹായിക്കാനും ഇൻഷുറൻസ് തുക കെട്ടാനും ഒക്കെയായി പണം കണ്ടെത്താൻ പ്രോഗ്രാമുകളും സംഘടന നടത്താറുണ്ട്. അത്തരത്തിലൊരു പ്രോഗ്രാം സംഘടന ചെയ്യുന്നതിനിടയിൽ കാവ്യ മാധവൻ തന്റെ അടുത്ത് വന്ന കഥയാണ് ഇന്നസെന്റ് പറയുന്നത്. കുറെ അധികം നേരം കാവ്യ മാധവൻ തന്നെ നോക്കി നിന്നുവെന്നും അസുഖം വന്നിട്ടും തനിക്ക് മാറ്റമൊന്നും ഇല്ലെന്നാണോ അതോ മാറ്റമുണ്ടെന്നാണോ അതോ മുടി പോയതാണോ എന്താണ് നോക്കുന്നതെന്ന് താൻ കാവ്യയോട് ചോദിച്ചുവെന്നും ഇന്നസെന്റ് ഓർക്കുന്നുണ്ട്. മുടിയെല്ലാം പോയി അവസാനം താൻ ഇല്ലാതാകുമെന്ന് പറഞ്ഞപ്പോൾ കാവ്യ പെട്ടെന്ന് കണ്ണുപൊത്തി. ശേഷം കാവ്യ തന്നോട് ചോദിച്ചു, എന്താണ് ഇന്നസെന്റ് അങ്കിളെ ഇങ്ങനെയൊക്കെ വരുന്നതെന്ന്, അല്ലെങ്കിൽ ഇന്നസെന്റ് അങ്കിളിനെ പോലെ ഒരാൾക്ക് ഈ അസുഖം വരേണ്ട കാര്യമുണ്ടോ എന്നും കാവ്യ ചോദിച്ചു. കാവ്യ അന്ന് സംഘടനയിലെ എക്സിക്യൂട്ടീവ് അംഗമായിരുന്നു. പ്രായമായവർ മാത്രം നേതൃസ്ഥാനത്ത് പോരാ എന്ന് പറഞ്ഞായിരുന്നു യൂത്തിനെയും സംഘടനയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ താൻ കാവ്യയോട് പറഞ്ഞു, സംഘടനയിൽ നിന്നും 10 പൈസ പറ്റിച്ചാൽ തനിക്ക് ക്യാൻസർ വന്നതുപോലെയുള്ള രോഗം വരുമെന്ന്. കുട്ടിയായിരുന്നപ്പോൾ തന്റെ മകളായിട്ടൊക്കെ അഭിനയിച്ചിട്ടുള്ളത് കൊണ്ട് തനിക്ക് കാവ്യയുമായി നല്ല അടുപ്പമുണ്ടെന്നും കാവ്യയോട് അടുപ്പമുള്ളത് കൊണ്ടാണ് ഇതെല്ലാം താൻ പറയുന്നതെന്നും ഇന്നസെന്റ് പറയുന്നുണ്ട്. പണം മറ്റാരെങ്കിലും എടുക്കുന്നത് കണ്ടിട്ട് കണ്ടില്ല എന്ന് നടിച്ചാലും രോഗം വരുമെന്ന് താൻ കാവ്യ മാധവനോട് പറഞ്ഞു. അങ്കിൾ പ്രസിഡന്റ് അല്ലേ, സെക്രട്ടറി മമ്മൂട്ടിയല്ലേ, അപ്പോൾ അദ്ദേഹത്തിന്റെ കാര്യമോ എന്നും കാവ്യ ചോദിച്ചു. അത് പറയാൻ പറ്റില്ല എന്നായിരുന്നു താൻ കാവ്യയ്ക്ക് മറുപടി നൽകിയത്. അപ്പോഴേക്കും കാവ്യയ്ക്ക് ടെൻഷനായി എന്നും പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് കാവ്യ തന്നെ വിളിച്ച് അമ്മയോടും അച്ഛനോടും ഇതൊക്കെ പറഞ്ഞപ്പോൾ നമുക്കൊന്നും വരില്ലെന്നാണ് അവർ പറഞ്ഞതെന്നാണ് കാവ്യ തന്നെ വിളിച്ചു പറഞ്ഞത്. പിന്നീട് 2 ദിവസം കഴിഞ്ഞപ്പോൾ കാവ്യ വിളിച്ച് അമ്മ സംഘടനയിൽ നിന്നും രാജിവെക്കുകയാണെന്ന് പറഞ്ഞതായും ഇന്നസെന്റ് പറയുന്നുണ്ട്. താൻ പറഞ്ഞ തമാശയാണെങ്കിലും കാവ്യ അത് കാര്യമായിരുന്നു എടുത്തിരുന്നത്. പിന്നെ താൻ കാവ്യയെ വിളിച്ചതൊക്കെ തമാശയാണെന്ന് തെളിയിച്ചു കൊടുത്തുവെന്നും ഇതൊക്കെ തന്റെ നേരം പോക്കിൽപ്പെട്ടിട്ടുള്ള കാര്യമാണെന്നും പഴയ രസകരമായ സംഭവങ്ങൾ ഓർത്തെടുത്തുകൊണ്ട് ഇന്നസെന്റ് പറയുന്നു. ദിലീപുമായുള്ള വിവാഹശേഷം സംഘടനയുടെ മീറ്റിംഗുകളിലും കാവ്യ മാധവൻ പങ്കെടുക്കാറുണ്ടായിരുന്നില്ല. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.